അമേരിക്കയിൽ നിലവിലുള്ള കുടിയേറ്റ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് ഒരു പുതിയ നിയമം അവതരിപ്പിച്ചിരിക്കുകയാണ്. US പ്രതിനിധി ചിപ്പ് റോയ് അവതരിപ്പിച്ച ഈ നിയമം പോസ് ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ നിയമം അമേരിക്കയിലേക്കുള്ള എല്ലാത്തരം കുടിയേറ്റങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാനും നിലവിലുള്ള H-1B വിസ പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വരുത്താനും ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാം പൂർണ്ണമായും നിർത്തലാക്കാനും ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഇമിഗ്രേഷൻ അക്കൗണ്ടബിലിറ്റി പ്രൊജക്ട്, സിറ്റിസൺ ഫോർ റിന്യൂവിംഗ് അമേരിക്ക, നാഷണൽ ഇമിഗ്രേഷൻ സെന്റർ ഫോർ എൻഫോഴ്സ്മെന്റ് തുടങ്ങിയ സംഘടനകളുടെ പിന്തുണയോടെയാണ് ചിപ്പ് റോയ് ഈ പോസ് ആക്ട് അവതരിപ്പിച്ചത്. ഈ നിയമപ്രകാരം വിനോദസഞ്ചാരികൾക്കുള്ള താൽക്കാലിക വിസകൾ ഒഴികെയുള്ള എല്ലാത്തരം കുടിയേറ്റങ്ങളും അമേരിക്കയിൽ താൽക്കാലികമായി നിർത്തിവെക്കും. H-1B വിസ പ്രോഗ്രാമിൽ നിലവിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് എന്ന രീതി അവസാനിപ്പിക്കാനും OPT പ്രോഗ്രാം പൂർണ്ണമായും നിർത്തലാക്കാനും പോസ് ആക്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ചില നിബന്ധനകൾ പാലിക്കപ്പെടുന്നതുവരെ, അതായത് OPT അവസാനിപ്പിക്കുകയും H-1B നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതുവരെ അമേരിക്കയിലേക്കുള്ള എല്ലാ കുടിയേറ്റങ്ങളും നിർത്തിവെക്കുക എന്നതാണ് പോസ് ആക്ട് ലക്ഷ്യമിടുന്നത്. അമേരിക്കയിലെ വിദേശ ജനസംഖ്യ ഇപ്പോൾ 51.9 ദശലക്ഷം കവിഞ്ഞിരിക്കുന്നു. ഇത് ആകെ ജനസംഖ്യയുടെ 15% അധികമാണ്. ഇത് ഏകദേശം റെക്കോർഡ് നിലവാരമാണ്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ ഒരുമിച്ച് സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ കുടിയേറ്റക്കാരെ അമേരിക്ക സ്വീകരിക്കുന്നുണ്ട്. പോസ് ആക്ടിനെ കുറിച്ച് പ്രതിനിധി റോയ് പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രശ്നം അനധികൃത കുടിയേറ്റം മാത്രമല്ല, നിയമപരമായ കുടിയേറ്റവും ഒരു പ്രശ്നമാണ്. ബൈഡൻ ഭരണകൂടം നമ്മുടെ അതിർത്തികൾ തുറന്നു കൊടുക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ നമ്മുടെ രാജ്യത്തേക്ക് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവർ സങ്കീർണമായ നിയമപരമായ വഴികളിലൂടെ ലക്ഷക്കണക്കിന് പേരെ കൂടി കടത്തിവിട്ടു. ഇത് നമ്മുടെ സംവിധാനത്തെ പൂർണ്ണമായും താറുമാറാക്കിയിരിക്കുന്നു എന്നാണ്. കോളേജ് പഠനം കഴിഞ്ഞിറങ്ങുന്ന യുവ അമേരിക്കക്കാർക്ക് ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ H-1B വിസകളിൽ ഭൂരിഭാഗവും തുടക്കക്കാരെ ലക്ഷ്യമിട്ടുള്ള ജോലികൾക്കാണ് നൽകുന്നത്. അമേരിക്കൻ കുടുംബങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ കാരണം നഷ്ടപ്പെടുമ്പോൾ വിദേശികൾക്ക് നികുതിദായകരുടെ പണം കൊണ്ട് ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നു. വിവാഹം, കുട്ടികൾ, സ്വന്തമായി വീട് എന്നിവയെല്ലാം അമേരിക്കൻ പൗരന്മാർക്ക് ഒരു സ്വപ്നമായി മാറുകയാണ്. അതേസമയം വിദേശികൾ ചെയിൻ മൈഗ്രേഷൻ വഴി ഒന്നിലധികം തലമുറകളെ കൊണ്ടുവരുന്നുണ്ട്. പോസ് ആക്ട് പ്രകാരം ചില നിബന്ധനകൾ നിയമമാകുന്നതുവരെ ഏകദേശം എല്ലാത്തരം നിയമപരമായ കുടിയേറ്റങ്ങളും നിർത്തിവെക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. കുട്ടികൾക്ക് US പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും US പൗരനോ ഗ്രീൻ കാർഡ് ഉടമയോ ആയിരിക്കണം. ഇത് ജനനത്തിലൂടെ ലഭിക്കുന്ന പൗരത്വം അവസാനിപ്പിക്കും. ചെയിൻ മൈഗ്രേഷൻ, ഡൈവേഴ്സിറ്റി വിസ പ്രോഗ്രാമും അവസാനിപ്പിക്കണം. ഭാര്യ അല്ലെങ്കിൽ ഭർത്താക്കന്മാരും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും മാത്രമേ പ്രവേശനം പരിമിതപ്പെടുത്തൂ. കൂടാതെ അടുത്ത ബന്ധുക്കൾക്ക് പകരം ദൂരെയുള്ള ബന്ധുക്കളെ സ്വീകരിക്കുന്ന രീതിയും ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചുള്ള പ്രവേശനവും അവസാനിപ്പിക്കും. ഷാരിയ നിയമം പിന്തുടരുന്നവർ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ, തീവ്രവാദികളെന്ന് സംശയിക്കപ്പെടുന്നവർ, വിദേശ തീവ്രവാദ സംഘടനയിൽപ്പെട്ടവർ എന്നിവരുടെ പ്രവേശനം നിരോധിക്കണം. സ്നാപ്പ്, SSI, ടാൻഫ്, മെഡിക്കേഡ്, മെഡിക്കെയർ, WIC, ഫെഡറൽ സ്റ്റുഡന്റ് ലോണുകൾ, പൊതു പാർപ്പിടം തുടങ്ങിയ സർക്കാർ സഹായങ്ങൾ വിദേശികൾക്ക് ലഭിക്കുന്നത് തടയണം. H-1B വിസയുടെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് അവസാനിപ്പിക്കണം. കൂടാതെ വിദേശ ബിരുദധാരികൾക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിന് പകരം ജോലി ചെയ്യാൻ അനുമതി നൽകി അമേരിക്കൻ ടെക് ജീവനക്കാരെ സ്ഥാനഭ്രഷ്ടരാക്കുന്ന OPT പ്രോഗ്രാം ഭരണഘടനാപരമായി നിലനിൽക്കില്ലെന്ന് കണ്ട് അത് പൂർണ്ണമായും നിർത്തലാക്കണം.